2006 ഒക്ടോബറിൽ ഞങ്ങൾ കുടുംബമായിട്ട് നാട്ടിലേക്ക് വരുന്ന വഴി ദുബായ് എയർപോർട്ടിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കൗണ്ടറിലെത്തിയപ്പോൾ എന്നോട് ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു, കുടുംബത്തിന് നാട്ടിൽ പോകാം, എനിക്ക് നാട്ടിൽ പോകുവാനായിട്ട് സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? കുടുംബത്തിന് നാട്ടിൽ പോകാം, എനിക്ക് നാട്ടിൽ പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് കുടുംബത്തെ അയക്കുകയില്ല എന്ന് ഞാൻ പ്രിയപ്പെട്ടവനോട് പറയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോകാൻ കഴിയാത്തതിൻ്റെ കാരണം ഒരു ചെക്കിൻ്റെ പ്രശ്നമുണ്ട്, ചെക്ക് കേസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കേസ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസറാണ് പറഞ്ഞത്, അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചികഞ്ഞ് പറക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇമിഗ്രേഷൻ ലോഞ്ചിലിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്നോളാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭാര്യയും കുടുംബവും അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ എന്നെ ആ ലോഞ്ചിലിരുത്തി. 1 മണിക്കൂർ കടന്നു, 2 മണിക്കൂർ കടന്നു, 4 മണിക്കൂർ കഴിഞ്ഞു, 8 മണിക്കൂർ കഴിഞ്ഞു. ആരും എന്നെ നോക്കുന്നില്ല, എൻ്റെ അടുത്ത് വരുന്നുമില്ല. അങ്ങനെ ഞാൻ ഇരുന്നു. ഞാൻ ആലോചിച്ച്, എന്താണ് ഈ പ്രശ്നം? എന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത്? ഷീജയും കുഞ്ഞുങ്ങളും, എൻ്റെ ഭാര്യയുടെ പേര് ഷീജ എന്നാണ്, ഷീജയും കുഞ്ഞുങ്ങളും ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അവർക്കും അറിയില്ല, അവരും വളരെ നിരാശയോടുകൂടി, വളരെ ദുഃഖത്തോടുകൂടി, വളരെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയ ഒരു അനുഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഓർമ്മ വന്നു. അതിന് ഏകദേശം 1.5 വർഷം മുമ്പ് ഞങ്ങൾ ഒരു കോൺട്രാക്ടറിന് ഒരു ചെക്ക് കൊടുത്തിരുന്നു. എന്നാൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തത് മുഖാന്തരം ആ ചെക്ക് അവർ മടക്കി തരേണ്ടതായിരുന്നു. എന്നാൽ അതിൻ്റെ സിഗ്നേറ്ററി ഞാനല്ലായിരുന്നു. എന്നാൽ കമ്പനിയുടെ ഉടമ ഞാനായതിനാൽ ആ ചെക്കിനോടുള്ള ബന്ധത്തിലാണ് ഈ കേസ് എന്ന് എനിക്ക് മനസ്സിലായി. വാസ്തവത്തിൽ എൻ്റെ യാതൊരുമായ ഇടപെടലോ യാതൊരുമായ പ്രശ്നമോ അതിലില്ലായിരുന്നു. അത് മാത്രമല്ല, ആ പൈസ ആ കമ്പനിക്ക് കൊടുക്കുവാനായിട്ട് ഞാൻ ബാധ്യസ്ഥനുമല്ലായിരുന്നു. കാരണം കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ ദൈവത്തിന് എല്ലാ കാര്യത്തിനെ കുറിച്ച് ഉദ്ദേശമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. ഞാൻ നാട്ടിൽ പോകണ്ട എന്നുള്ളത് ദൈവ ഉദ്ദേശമായിരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഞങ്ങളുടെ സ്പോൺസർ ദുബായ് പോലീസിലെ വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എങ്കിൽ തന്നെയും ആ സമയം അദ്ദേഹം ജർമ്മനിയിലായിരുന്നു. പലരെയും അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് തന്നെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ തിരക്കി, എന്താണ് പ്രശ്നം, എന്താണ് കേസ് എന്നൊക്കെ തിരക്കി എന്നെയും അദ്ദേഹം വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കമ്പ്യൂട്ടറിൽ വൺസ് എൻറ്റേർഡ് ആയതുകൊണ്ട്, ഒരിക്കലും അത് എൻട്രി ചെയ്യപ്പെട്ടതായതുകൊണ്ട് അദ്ദേഹത്തിനും അവിടെ ഇരുന്നു കൊണ്ട് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയുണ്ടായി. ഏകദേശം വൈകിട്ട് 7 മണിക്കാണ് ഈ ഫ്ലൈറ്റ്. വെളുപ്പിനെ 4:30 ആയതിനെ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീയാണോ ഗ്രഹാം വർഗീസ് എന്ന്. ഞാൻ പറഞ്ഞു, ഞാനാണ് സാറേ, ഗ്രഹാം വർഗീസ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ വരിക, നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം. അദ്ദേഹത്തിൻ്റെ കൂടെ കാറിൽ കയറി എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ രജിസ്റ്ററിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസരം. അതിനു മുമ്പ് ഞാൻ ഷീജയോട് വിളിച്ചു പറഞ്ഞു, ഈ കമ്പനി തന്നെ തന്നിരുന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതായത് ഈ ചെക്കിന് എഗൻസ്റ്റായിട്ട് ആ കമ്പനിക്ക് യാതൊരു ഒബ്ലിഗേഷനും ഇല്ല, ഈ ചെക്ക് വാലിഡ് അല്ല എന്നുള്ളൊരു പേപ്പർ ഞങ്ങളുടെ ഓഫീസിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ ഓഫീസിൽ നിന്ന് പേപ്പറുമായിട്ടാണ് ഷീജ വന്നത്. കുഞ്ഞുങ്ങളുടെയും ഷീജയുടെയും പാസ്പോർട്ടുമായിട്ടാണ് അവർ വന്നത്. ഏതെങ്കിലും വിധത്തിൽ ജാമ്യം വെച്ചിട്ട് ഇറങ്ങാം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്. എന്നാൽ പോലീസുകാർ ഒരു വിധത്തിലും സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, കേസ് കമ്പ്യൂട്ടറിൽ രജിസ്റ്റേർഡ് ആയതുകൊണ്ട് നിനക്കൊരു വിധത്തിലും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീതിയല്ല ഇത്, ഒരു വിധത്തിലും ഞാൻ ഒരു തെറ്റുകാരനുമല്ല, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അത് മാത്രമല്ല, സിഗ്നേച്ചർ എൻ്റെ അല്ലായിരുന്നു, ലോക്കലിൻ്റെ ആയിരുന്നു. അത് മാത്രമല്ല, ആ പൈസ അവർക്ക് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ബാധ്യസ്ഥരും അല്ലായിരുന്നു. എന്നാൽ ആ ചെക്ക് ഈ കമ്പനിക്കാർ അവിടെ ചെക്ക് കൊടുത്തിട്ട് നേരത്തെ തന്നെ പൈസ വാങ്ങിക്കുന്നൊരു ഒരു സിസ്റ്റം അവിടെയുണ്ട് ദുബായിൽ. അതായത് അങ്ങനെ ചെയ്താൽ ഒരു PDC ഡേറ്റ് ഇട്ട് കൊടുത്തൊരു ചെക്ക് നേരത്തെ തന്നെ പൈസ കിട്ടുന്നൊരു സിസ്റ്റം അവിടെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ അവർ പൈസ മേടിച്ചതുകൊണ്ട് ബാങ്കിൽ നിന്ന് ആ ചെക്ക് മടക്കി വാങ്ങിക്കുവാനായിട്ട് അവർക്ക് സാധ്യമായിരുന്നില്ല.
അപ്പോൾ ഇവർ പറഞ്ഞു നീ ജയിലിലേക്ക് പോകണം, അതിനുള്ള പേപ്പറെല്ലാം എഴുതി. അത് മാത്രമല്ല, എന്നെ കൊണ്ടുവരുന്ന വഴിക്ക് മറ്റൊരു ടെർമിനലിൽ നിന്ന്, ദുബായിൽ 3 ടെർമിനലാണുള്ളത്, വേറൊരു ടെർമിനലിൽ നിന്ന് മറ്റൊരാളെ കൂടി കാറിൽ കയറ്റിയിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയായിരുന്നു. ഷീജ രാവിലെ ആ പേപ്പറും പാസ്പോർട്ടുമായിട്ടൊക്കെ വന്നു. അതൊക്കെ നിരീക്ഷിച്ച് വളരെ വളരെ കരയുന്നുണ്ടായിരുന്നു ഷീജ. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകാനുള്ള സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഒരു ചെക്ക് കൂടെ തരാം, നിങ്ങൾ എന്നെ വിടുക എന്ന് പറഞ്ഞു. ഇത് നീതിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓൾറെഡി ഒരു ചെക്ക് ബൗൺസായി കിടക്കുകയാണ്, പിന്നെ ഒരു ചെക്ക് കൂടെ തന്നിട്ട് പ്രയോജനമില്ല. അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞു, നീ 38,000 ദിർഹംസ് ക്യാഷായിട്ട് തന്നാൽ ഞാൻ ഉടനെ വിടാം എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ സമയത്ത് ആ വെളുപ്പം കാലത്ത് ക്യാഷ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ATM-ൽ പോയാൽ പോലും 38,000 ദിർഹംസ് ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് ഏകദേശം 6 ലക്ഷം രൂപയിൽ കൂടുതലുണ്ട്. ആ പൈസ ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. സഹോദരന്മാരുടെ അടുക്കൽ വെളുപ്പിനെ പോവുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയട്ടെ, ഈ കണ്ടുനിന്ന ആ ബോംബെക്കാരൻ, അതായത് എൻ്റെ കൂടെ കാറിൽ കയറ്റിയ ബോംബെക്കാരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ തരാം 38,000 ദിർഹംസ് എന്ന്. പ്രിയമുള്ളവരെ, വളരെ അതിശയകരമായിട്ട് കാക്കയാൽ ഏലിയാവിനെ പോറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിൻ്റെ പ്രോവിഡൻസ്, ദൈവത്തിൻ്റെ കരുതൽ, അതെത്രമാത്രം അത്ഭുതകരമായിട്ടാണ്. ഒരു ഈടും ചോദിക്കാതെ അദ്ദേഹം പറയുകയാണ്, 38,000 ദിർഹംസ് ഞാൻ തരാം. അദ്ദേഹം 38,000 നോട്ടുകളാണ്, 1000 ദിർഹംസിൻ്റെ നോട്ടുകൾ എടുത്ത് വെച്ചിട്ട് എന്നെ നീട്ടി. അദ്ദേഹത്തിൻ്റെ കേസാണെങ്കിൽ വേറൊരു കേസാണ്. അദ്ദേഹത്തെയും ഒരു അറബി കളിപ്പിച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹവും ഇങ്ങനെ എയർപോർട്ടിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം 38,000 ദിർഹംസ് തന്നു. ഞാൻ ഓഫീസറുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അദ്ദേഹം എന്നെ റിലീസാക്കി. ഞാൻ ഈ ബോംബെക്കാരനോട് ചോദിച്ചു, എന്തിനാണ് എനിക്ക് 38,000 ദിർഹംസ് തന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾ ആരാലോ കബളിപ്പിക്കപ്പെട്ടതാണ്, നിങ്ങൾ ആരെയും കളിപ്പിക്കുന്നവരല്ല എന്ന്. പ്രിയമുള്ളവരെ, നാം എവിടെയായിരുന്നാലും നമ്മെ കണ്ടാലറിയാം ദൈവമക്കളാണെന്നുള്ളത്. അത് ആ സാക്ഷ്യം എപ്പോഴും നാം പുലർത്തേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് മനസ്സിലായി. പോരാ നേരം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങൾ ഭവനത്തിൽ വന്നു. രാത്രി ഞാൻ ഉറങ്ങിയില്ലായിരുന്നു, ഷീജയും ഉറങ്ങിയില്ലായിരുന്നു. ഞാൻ കിടന്നുറങ്ങി. ഏകദേശം 12 മണിക്ക്, അതിനു മുമ്പ് ഞാൻ ഇടയ്ക്ക് എപ്പോഴോ ഉണർന്നപ്പോൾ ഷീജ അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 12 മണിക്ക് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പുറത്തിറങ്ങി, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് അദ്ദേഹം പറയുണ്ടായി. പ്രിയമുള്ളവരെ, അങ്ങനെ അത്ഭുതകരമായിട്ട്, കാരണം എൻ്റെ തെറ്റല്ലെങ്കിൽ തന്നെയും ജയിലിൽ പോയാൽ, ഒരിക്കൽ പോയാൽ പിന്നെ ജയിലിൽ പോയ വ്യക്തി എന്നുള്ളൊരു പേര് വരും. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നിന്ന് വലിയവനായ ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. അതുമാത്രമല്ല, നമ്മെ കരുതുന്ന ഒരു ദൈവം. ഞാൻ നാട്ടിൽ പോകണ്ട, ആ സമയത്ത് പോകരുത് എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് എഴുതിയ പാട്ടാണ്, നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്ത് ഭവിച്ചെന്നാലും എന്ത് സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. അതിൽ ഇങ്ങനെ ഒരു വരിയുണ്ട്, ദോഷം മാത്രമേ ഈ ലോകം തരൂ, ദോഷമായിട്ടൊന്നും പ്രിയൻ ചെയ്യുകയില്ല. എൻ്റെ യേശുവേ, എൻ്റെ നാഥനെ, നന്മ ചെയ്യുവാൻ എനിക്കും നീ കൃപ നൽകുകയും. ഞാൻ ചിന്തിച്ചു, അദ്ദേഹത്തിൻ്റെ ആ അവിശ്വാസിയായ അല്ലെങ്കിൽ ദൈവമകൻ അല്ലാത്തൊരു വ്യക്തി എന്നോട് കരുണ കാണിച്ചെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി പ്രവർത്തിച്ചെങ്കിൽ, ആ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അപ്പോഴാണ് എൻ്റെ ആത്മാവിലെ ദാരിദ്ര്യം മനസ്സിലായത്. ഞാനായിരുന്നെങ്കിൽ കൊടുക്കുകയില്ലായിരുന്നു. 38,000 ദിർഹംസ് യാതൊരു ഈടുമില്ലാതെ കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ചു.
അന്ന് എനിക്ക് മനസ്സിലായി, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. അവിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ വിശ്വാസികളായ നാം എത്രമാത്രം ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തെ എത്രമാത്രം മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആപത്തിൽ എഴുതിയ പാട്ടാണ്, നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതെ ഒന്നുമേ എന്ന് ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. ഇങ്ങനെ ഒരു അവസരം കഴിഞ്ഞ അനേക മാസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവൻ ഫോണിൽ കൂടി പറഞ്ഞതുപോലെ ഫോണിൽ കൂടി പറഞ്ഞ് ഞാനത് സമ്മതിക്കുകയുണ്ടായി. വളരെ പ്രതികൂലങ്ങൾ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു അവസരത്തിന് വരാമെന്ന് ഞാൻ പറഞ്ഞു. പ്രതികൂലങ്ങളെല്ലാം മാറി ഇന്ന് വൈകിട്ട് തന്നെ ഇവിടെ എത്തുവാനായിട്ട് ദൈവം അനുവദിച്ചു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെയും തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളുമാണുള്ളത്. അവർ 3 പേരും ദുബൈയിൽ എൻ്റെ കൂടെയാണുള്ളത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട 70ഓളം ഭക്തിഗാനങ്ങൾ എഴുതി ക്രൈസ്തവ സഭയ്ക്ക് ദാനം ചെയ്ത കർത്തൃദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതിൽ അനേക ഗാനങ്ങൾ നമ്മൾ പാടി ആരാധിക്കുന്നതാണല്ലോ. നമ്മൾ ഒരുമിച്ച് ചില പാട്ടുകൾ പാടി ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച ശേഷം വർഷിപ്പിൽ അദ്ദേഹം എഴുതിയതായ ഇന്നയോളം എന്നെ നടത്തിയുള്ള ഗാനം നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കും. ആരാധനയ്ക്കായി നമുക്ക് ദിവസം എഴുതിട്ട് നിൽക്കാം. Shall we all stand in the presence of the Lord? ഒരുമിച്ച് ദിവസം എഴുതിട്ട് നിൽക്കാം. എല്ലാവരും കാര്യങ്ങളെ തട്ടി ആത്മശക്തിയോടെ നമ്മുടെ മഹായോഗത്തിന്റെ അവസാന രാത്രികളിലെല്ലാം കടന്നു വന്നിരിക്കുകയാണ്. നാളെ ഒരു രാത്രിയോടെ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ രാത്രികളിലൊക്കെ ദൈവം നമ്മളെ സഹായിച്ചു, അനുഗ്രഹിച്ചു. നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന ആത്മാവിൽ ആരാധിപ്പാൻ ദൈവം കൃതജ്ഞതയുള്ള സന്തോഷം പ്രാപിച്ചൊരു അനുഗ്രഹം പ്രാപിച്ചൊരു കാര്യങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ള ശക്തിയോടെ ആരാധിച്ച് ക്ഷീണിക്കുകയല്ല. ദൈവദാസന്മാർ, come on everybody, clap your hands and worship him, thank him, hallelujah. എല്ലാവരും ചോർന്ന് ശക്തിയോടെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ
സഹാത്തിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ 100 പേരെ നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ അനുഗ്രഹിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മരണം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുണ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോ യഹോവയ്ക്ക് തക്കമാനത്വം കൊടുത്തപ്പോ. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോ യഹോവയ്ക്ക് തക്കമാനത്വം കൊടുത്തപ്പോ. യാക്കോബെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാക്കോബെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു. ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു. ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. തകർക്കൊന്നേ ദുഷ്ടഭൂതത്തെ ഉണയ്ക്കും നീ നീതവർമ്മത്തെ. തകർക്കും നീ ദുഷ്ടഭൂതത്തെ ഉണയ്ക്കും നീ നീതവർമ്മത്തെ. പുത്രിയാക്കുക എന്നും സ്തുതി പാടുക. നിന്റെ രാജരാജൻ എഴുന്നള്ളാറാ. സിയോൻ പുത്രിയാക്കുക എന്നും സ്തുതി പാടുക. നിന്റെ രാജരാജൻ എഴുന്നള്ളാറാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ. കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. ധ്വനി മുഴങ്ങും ദൂതരാത്രിവാണിയിലും നാമും ചേർന്ന് വാഴും ദൂതതുല്യരാ. ധ്വനി മുഴങ്ങും ദൂതരാത്രിവാണിയിലും നാമും ചേർന്ന് വാഴും ദൂതതുല്യരാ. പീഡിതനോരഭയസ്ഥാനം സങ്കടങ്ങളിൽ തുടങ്ങി. പീഡിതനോരഭയസ്ഥാനം സങ്കടങ്ങളിൽ തുടങ്ങി. ഞാൻ കുലുങ്ങുന്നില്ല, ഒരു നാളും വീഴില്ല. എന്റെ യേശു എന്റെ കൂടെയുള്ളതാ. ഞാൻ കുലുങ്ങുന്നില്ല, ഒരു നാളും വീഴില്ല. എന്റെ യേശു എന്റെ കൂടെയുള്ളതാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ. കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ. കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. ധ്വനി മുഴങ്ങും ദൂതരാത്രിവാണിയിലും നാമും ചേർന്ന് വാഴും ദൂതതുല്യരാ. ധ്വനി മുഴങ്ങും ദൂതരാത്രിവാണിയിലും നാമും ചേർന്ന് വാഴും ദൂതതുല്യരാ. ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും. എന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും. നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഞാൻ സന്തോഷിച്ചിടും എന്ന് സ്തുതി പാടിടും. എന്നെ രാജാവേ
സന്തോഷിച്ചിടുന്നു എന്ന് സ്തുതി പാടിടുന്നു. എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ എന്റെ പ്രിയൻ വാനിൽ വരാ. കാഹളത്തിൻ ധ്വനി കേൾക്കാറാ എന്റെ പ്രിയൻ വാനിൽ വരാ. കാഹളത്തിൻ ധ്വനി കേൾക്കാറാ ധ്വനി മുഴക്കും ദൂരരാത്രിമായിടും നാമം ചേർന്ന് പാടും ദൂരതുയരാ. ധ്വനി മുഴക്കും ദൂരരാത്രിമായിടും നാമം ചേർന്ന് പാടും ദൂരതുല്യരാ. തകർക്കും നീരുട്ട ഭുജത്തെ ഉടയ്ക്കും നീ നീലപത്രത്തെ. തകർക്കും നീരുട്ട ഭുജത്തെ ഉടയ്ക്കും നീ നീലപത്രത്തെ. പുത്രിയാക്കുക എന്ന് സ്തുതി പാടുക നിന്റെ രാജരാജൻ എഴുന്നള്ളാ. പുത്രിയാക്കുക എന്ന് സ്തുതി പാടുക നിന്റെ രാജരാജൻ എഴുന്നള്ളാ. ഓ എന്റെ പ്രിയൻ വാനിൽ വരാറാ. കാഹളത്തിൻ ധ്വനി കേൾക്കാറാ എന്റെ പ്രിയൻ വാനിൽ വരാറാ. കാഹളത്തിൻ ധ്വനി കേൾക്കാറാ ധ്വനി മുഴങ്ങും ദൂരരാത്രിമാടിയും നാമം ചേർന്ന് പാടും ദൂരതുയരാ. ധ്വനി മുഴങ്ങും ദൂരരാത്രിമാടിയും നാമം ചേർന്ന് പാടും ദൂരതുയരാ. തകർന്നുനിലുള്ള ഭുജത്തെ ഉടയ്ക്കും നീ നീലപത്രത്തെ. തകർന്നുനിലുള്ള ഭുജത്തെ ഉടയ്ക്കും നീ നീലപത്രത്തെ. അന്യഭാഷകളിൽ സ്വർഗീയ ഭാഷയിൽ ബുദ്ധികൊണ്ട് പാടുവാൻ കഴിയും, ആത്മാവിൽ പാടുവാൻ കഴിയും, ബുദ്ധികൊണ്ട് പ്രാർത്ഥിപ്പാൻ കഴിയും, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കഴിയും, ബുദ്ധികൊണ്ട് ശുശ്രൂഷിപ്പാൻ കഴിയും, ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ കഴിയും. ഇന്ന് ഗ്രൗണ്ടിൽ ആത്മാവിന്റെ വെളിപ്പാട്, ആത്മാവിന്റെ ശുശ്രൂഷ നടക്കട്ടെ. ദൈവജനം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കട്ടെ. അന്ത്യകാലത്ത് സ്വയത്തിന്റെ ആത്മാവിനെ പകരും. നമ്മുടെ പുത്രന്മാര് പുത്രിമാര് പ്രവചിക്കും. ദൈവജനം ആത്മാവിൽ ഹല്ലേലൂയ അഭിഷേകത്തോടെ ശക്തിയോടെ കൃപയോടെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കട്ടെ. ദൈവദാസന്മാർ ആരാധിക്കട്ടെ. അഭിഷേകന്മാർ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധന്മാരുടെ അഗ്നി അഭിഷേകം രാത്രികാലം ഈ ഗ്രൗണ്ടിൽ പ്രവേശിക്കുന്ന ഓരോരുത്തരെ മൺകൂടാരങ്ങൾ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. ശക്തികൾ പകരുകയാണ്, കോട്ടകൾ ഇടിക്കുകയാണ്, അഴിയുകയാണ്, രോഗങ്ങൾ മാറുകയാണ്. ദൈവം രാത്രിയാകട്ടെ.
We worship you. Hallelujah. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. എല്ലാ ദൈവമക്കളും കർത്താവിന്റെ ദാസൻ നേരത്തെ ഇവിടെ സാക്ഷി പറഞ്ഞതായ ബ്രദർ ഗ്രഹാം വർഗീസ് അവർ എഴുതിയതായ ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനിൽ നിന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിലേറ്റു, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ദൈവത്തിന് ഒരു മഹത്വമായ കരങ്ങളെ തട്ടി ഓ ദൈവത്തിന് നന്ദി കരേറ്റിയാട്ട്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിച്ച ദൈവത്തിന് നന്ദി കരേറ്റിയാട്ട്. ആരും കൈകെട്ടി നിൽക്കരുത്. ദൈവമക്കൾ ആത്മാവിൽ കരങ്ങളെ തട്ടി നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ചോദിച്ചതിനേക്കാൾ നിരച്ചതിനേക്കാൾ അത്യന്തം പരമായി നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ വഴികൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ലോകശയ്യയിൽ അവനെനിക്ക് നല്ല വൈദ്യനാണെന്ന് ആ പാട്ടിന്റെ ചരണങ്ങൾ പാടുന്നു. നമ്മൾക്ക് അനുഭവം തരുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിനായി സ്തോത്രം. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട് ധ്യാനത്തോടെ നമുക്ക് ആ പാട്ടിന്റെ കോറസുകൾ പാടാം. വളരെ ശാന്തമായി നടത്തി ഇന്നയോളം എന്നെ പുലർത്തി. എല്ലാവർക്കും അറിയാത്ത പാട്ടാ, ശബ്ദം ഉയർത്തി പാടിയാട്ട്. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം എന്റെ പാപഭാരമെല്ലാം ഓ തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്റെ ആവശ്യങ്ങളുടെ ആവശ്യം അറിയുന്ന യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാ സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ല. മനമുരുകി നീ കരഞ്ഞിടുമ്പോ അടുത്ത സ്റ്റാൻസ് എത്ര മനോഹരമായ എന്റെ രോഗശയ്യയിൽ നല്ല വൈദ്യന്റെ സാന്നിധ്യം ആശ്വാസകൻ കൊടുവയിലതിൽ തടരുമാവേ. എന്റെ യേശു എത്ര ഒരു നാളും കൈവിടില്ല. ഹല്ലേലൂയ. ഒരു നാളും കൈവിടില്ല. ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു നാളും മറക്കുമില്ല. ഒരു നാളും
എന്റെ യേശു വന്നിടുമ്പോൾ എന്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടെ തിരുമാറോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും. എന്റെ യേശു സ്വർഗത്തിൽ പാടിയാട്ട് അവസാനമായി ഇന്നയോളം ആ കാര്യങ്ങൾ രണ്ട് വീശിക്കൊണ്ട് പാടിയാട്ട് എന്നെ നടത്തി ഹല്ലേലൂയ. ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. ആ കാര്യങ്ങൾ രണ്ട് ഉയർത്തി വീശിക്കൊണ്ട് പാടിയാട്ട് ഇന്നയോളം ഒരിക്കൽ കൂടെ ഇന്നയോളം എന്നെ നടത്തി. ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും മതിയായ എന്റെ യേശു എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും മതിയായ അവസാനമായി പാടിയാട്ടുണ്ട് യേശു എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും മതിയായവൻ. ആ കരങ്ങളെ തട്ടി നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ വളർത്തി. ഹല്ലേലൂയ. എന്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടാത്ത ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മൾ ചോദിച്ചതിനേക്കാൾ നിരച്ചതിനേക്കാൾ നമ്മളെ അനുഗ്രഹിച്ച ദൈവം, ലോകശൈലിയിൽ നമ്മുടെ കൂടെ ഇരുന്ന ദൈവം, മനോഭാരത്താൽ പറഞ്ഞപ്പോൾ നമ്മളെ ആശ്വസിപ്പിച്ച ദൈവം, ഒരു നാളും കൈവിടാത്ത ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവർ മാത്രം കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ നന്ദി കരയറ്റിയാട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, രാജാതി രാജാവ് കർത്താതി കർത്താവിന് വേണ്ടി കരങ്ങളെ തട്ടി നന്ദിയോടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. നന്ദിയോടൊക്കെ മാത്രമേ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയത്തുള്ളൂ. ഇന്നോളം എന്നെ പുലർത്തി എന്ന് പറയുമ്പോൾ, നമ്മുടെ ഉച്ചവരെ നമ്മളെ കൈവിട്ടപ്പോൾ, നമ്മുടെ സ്നേഹിതർ നമ്മളെ കൈവിട്ടപ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കൈവിട്ടപ്പോൾ, നമ്മുടെ ഉച്ചവർ നമ്മളെ കൈവിട്ടപ്പോൾ, നമ്മുടെ അമ്മ പപ്പ നമ്മളെ മറന്നുപോയപ്പോൾ, നമ്മുടെ സഹോദരന്മാർ നമ്മളെ കണ്ണിൽ നിന്ന് അടിച്ചപ്പോൾ, ഒരു നാളും കൈവിടാത്ത ദൈവത്തിന്റെ സാന്നിധ്യം കഴിഞ്ഞ കാലങ്ങളിൽ ശുശ്രൂഷയിൽ അനുഭവിച്ചവർ, ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിച്ചവർ മാത്രം ദൈവത്തിൽ നന്ദി കരയറ്റിയാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് വെറുതെ പാടുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവസ്ഥരായി ഇവിടെ നിന്ന് പാടിയത് അവരെ മാത്രം കാര്യങ്ങൾ ഉയർത്തി നന്ദിയോടെ മൂന്നല്ലേ പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ശക്തിയോടെ, സന്തോഷത്തോടെ പ്രാർത്ഥനയ്ക്കായ കണ്ണുകളടയ്ക്കുക.